ഹായ് ഹലോ നമസ്കാരം. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ ഇതാ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചായയൊക്കെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ചായ വയ്ക്കലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചായക്ക് ഇതാ പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചായക്കുള്ള പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പം പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഇൻട്രോ പറഞ്ഞ് നോക്കിയതാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഇല്ലയെന്ന് തോന്നണു. അപ്പോൾ ഇനി അങ്ങനെയൊക്കെ അങ്ങോട്ട് ശീലമാക്കാമെന്ന് കരുതി. പിന്നെ രാവിലെ ഈ ഒരു കട്ടിംഗ് ബോർഡൊക്കെ ഇവിടെ വെച്ചിന് പൂച്ചകളോ അങ്ങനെ എന്തെങ്കിലും വന്ന് കയറുമോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ എളുപ്പത്തിൽ കയറാട്ടോ അടുക്കളയ്ക്ക്. അകത്തേക്ക് വേഗം പൂച്ചകൾക്കൊക്കെ വേഗം കയറി വരാൻ പറ്റും കേട്ടോ, ചുമരിൻ്റെ സൈഡിൽ കൂടെയൊക്കെ. അപ്പോൾ അത് കാരണം പിന്നെ ഈ അടുക്കളയ്ക്കൊക്കെ വരികയാണെങ്കിൽ തന്നെ അടുപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വെണ്ണീറൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പാടുകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അത് കാരണമാണ് അതങ്ങനെ അടുപ്പ് അങ്ങനെ മൂടി വെച്ചിരിക്കണേ. പിന്നെ രാവിലെ പിന്നെ എന്തായാലും അടുക്കളയ്ക്ക് വന്ന് ആദ്യം ഒന്ന് തുടച്ചിടും കേട്ടോ. എന്നിട്ടേ ഉള്ളൂ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടും, പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ വയ്ക്കാൻ നിൽക്കാറുള്ളത് കേട്ടോ. ചായ ആയിട്ടുണ്ട്. ചായ ആയി കഴിഞ്ഞപ്പോൾ കരുതി ഇനി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അത് ആ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കൈയൊക്കെ ഒന്ന് നല്ലോണം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ അതിക്ക് കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് കോളിഫ്ലവർ വറുത്തിട്ട് അത് കൊടുത്തയക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ കുട്ടികൾക്ക് ഇനിയിപ്പോൾ പൊന്നൂന് കൊടുക്കുകയാണെങ്കിൽ അവന് കോളിഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവന് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതും കൂട്ടി കഴിച്ചോളും. അപ്പോൾ കരുതി ഞാനെന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. എനിക്ക് പിന്നെ കോളിഫ്ലവർ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം ഞാൻ പഴം ഇരിപ്പുണ്ട്, അപ്പോൾ അത് വാട്ടിയിട്ട് അതിക്ക് കഴിക്കാമെന്ന് എഴുതി കേട്ടോ. ഏട്ടൻ നേരത്തെ പണിക്ക് പോയത് കാരണം പിന്നെ ഏട്ടൻ പിന്നെ ചായ കുടിക്കാനൊന്നും വരില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മാത്രം മതി. അനുമോൾ പിന്നെ രാവിലെ കഞ്ഞിയാണ് കുടിക്കാറുള്ളത്. പിന്നെ ചപ്പാത്തിയൊന്നും ഉണ്ടാക്കിയാൽ ചപ്പാത്തിയൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ. ഈ സ്കൂൾ വിട്ട് വന്നിട്ടാണെങ്കിലും അവൾ കഴിക്കില്ല, പൊന്നു കഴിച്ചാലും അനുമോൾ കഴിക്കില്ല. അപ്പോൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ കുറേ ആയിട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളകളൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് മുന്നേ തന്നെ വെള്ളം ഒന്ന് പിടിച്ച് വയ്ക്കുകയാണ് കേട്ടോ. കറണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് വെള്ളം ഒന്ന് പിടിച്ച് വെക്കുകയാണ്. പിന്നെ ചോറ് വെക്കേണ്ടത്, അപ്പോൾ അതിനൊക്കെ വെള്ളം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാണ് കേട്ടോ ഒന്ന് ചോറ് വെച്ചിട്ടുള്ളത്. ഇന്ന് ഞാൻ അടുപ്പിലാണ് വിറകടുപ്പിലാണ് വെക്കാറുള്ളത്. ഇന്നിപ്പോൾ കുക്കറിൽ വെച്ചു. അങ്ങനെ അത് അടുപ്പത്ത് വെക്കൽ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്കുള്ള വെള്ളം ചൂടാക്കാൻ കേട്ടോ. ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ എണീറ്റിട്ടില്ല. അപ്പോൾ അവർ എണീക്കുമ്പോഴത്തേനും ആദ്യം തന്നെ വെള്ളം അങ്ങനെ ചൂടാക്കി വെക്കാമെന്ന് എഴുതി. രണ്ടാൾക്കും വേണ്ടി വരും കേട്ടോ. അനുമോൾക്ക് പിന്നെ ഭയങ്കര മടിയാണ് കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ എന്തായാലും എളുപ്പത്തിൽ അതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കും. അപ്പോൾ എന്തായാലും അതങ്ങനെ ചൂടുവെള്ളത്തിനുള്ള തീയൊക്കെ അങ്ങനെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ കഴിച്ചിട്ട് ഒരു മണിക്കൂർ അടുത്താവും കേട്ടോ. ആ സമയത്താണ് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കും. പിന്നെ ഇതാ കോളിഫ്ലവർ ഒന്ന് നേരാക്കി വെച്ചതാണ് കേട്ടോ. അതൊന്ന് മുറിച്ച് വെച്ച് നേരാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്തായാലും വറുത്തെടുക്കാനുള്ളതല്ലേ, അപ്പോൾ അതൊന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതവിടെ ഇങ്ങനെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചപ്പാത്തി പരത്തി വയ്ക്കുകയാണ്. ഇന്നിപ്പോൾ അവർക്ക് കോളിഫ്ലവറും വറുത്തത് മാത്രമാണ് കേട്ടോ കൊടുത്തേക്കണേ. പിന്നെ അവിടുന്ന് നമുക്ക് എന്തെങ്കിലും ചോറിന് എന്തെങ്കിലും അവിടുന്ന് കറികൾ വാങ്ങാനൊക്കെ പറ്റും കേട്ടോ സ്കൂളിൽ നിന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഇത് മാത്രം മതി, അവിടുന്ന് പിന്നെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങിക്കോളാമെന്ന്
അവർക്ക് രണ്ടാൾക്ക് ഇത് കിട്ടിയാൽ മതി കേട്ടോ, പിന്നെ വേറൊന്നും വേണമെന്നൊന്നുമില്ല. അങ്ങനെ ഇതാ ചപ്പാത്തി വറുത്തിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കോളിഫ്ലവർക്കുള്ള മസാല ഒന്ന് പിടിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഗോതമ്പിൻ്റെ പൊടി കേട്ടോ. ഗോതമ്പ് പൊടി ഞാൻ ഇതൊക്കെ എടുത്തേന്ന ഗോതമ്പിൻ്റെ പൊടി, പിന്നെ കുറച്ച് തൈര്, ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഗരം മസാല ഇല്ല, പിന്നെ കശ്മീരി മുളക് പൊടി കുറച്ച് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേവിച്ചതാകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഉടഞ്ഞ പോലെ ടൈപ്പിലായി, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഇതാ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് കുക്കറിൽ ഇങ്ങനെ ചോറ് വിസിലൊക്കെ അടിച്ചൊന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വെള്ളമൊഴിച്ചിട്ടൊന്ന് പാകത്തിന് വെള്ളമൊക്കെ ആക്കിയിട്ട് വീണ്ടും ഒന്ന് വെക്കണം. ഞാൻ അങ്ങനെ 2 തവണയായിട്ടാണ് കേട്ടോ വെക്കാറുള്ളത്. അങ്ങനെ എനിക്ക് അങ്ങനെ വെച്ചാൽ ശരിയാവുള്ളൂ കേട്ടോ ചോറ്, കുക്കറിലൊക്കെ വയ്ക്കുമ്പോൾ. അങ്ങനെ അത് കുക്കർ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിൽ ചോറ് 2 തവണ ആദ്യം ഒന്ന് കുറച്ച് വിസിൽ അടിച്ച് വെച്ചിട്ട് പിന്നെ അതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് അതിൽ പിന്നെ വീണ്ടും പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒരു ഒറ്റ വിസിലും കൂടി അടുപ്പിച്ചിട്ടാണ് ഞാൻ വേവിക്കാറുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ അതങ്ങനെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു തവണ, ആദ്യത്തെ തവണയല്ല 2ാമത്തെ തവണയും ഒന്ന് വിസിലടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അത് അതിൻ്റെ വിസിലൊന്ന് കളയുന്നുണ്ട് കേട്ടോ കുറേശ്ശൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചോറ് വേവ് അധികമാവും. അപ്പോൾ അത് എഴുതിയിട്ട് അങ്ങനെ കുക്കർ അവിടെ ചോറ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി ഇനി ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പുറത്ത് കോളിഫ്ലവർ വറുത്ത് കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. 2 പണിയും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ കുക്കറിൽ ചോറ് പാകത്തിനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് അതിൻ്റെ ഒരു പശവശപ്പ് ഉണ്ടാവും കേട്ടോ. ഈ കുക്കറിലൊക്കെ വെക്കുമ്പോൾ ഒരു പശ പോലെ ഇരിക്കും. അപ്പോൾ അത് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചപ്പാത്തി ചുട്ടെടുക്കൽ കഴിഞ്ഞിട്ട് അതങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഓട്ടപാത്രത്തേക്ക് ഒഴിച്ചിട്ട് ഊറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ കോളിഫ്ലവർ ഞാൻ എല്ലാം പാടെ എടുത്തിട്ടില്ല കേട്ടോ. അതിൽ വലിയൊരു കോളിഫ്ലവർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചേ എടുത്തിട്ട് ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട്. എനിക്ക് പിന്നെ കഴിക്കാൻ പറ്റില്ല. പിന്നെ ഏട്ടന് ഉച്ചയ്ക്കൊന്നും വരില്ല കേട്ടോ. ഏട്ടന് ബേക്കറിയിലാണ് പണി. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് കഴിക്കുക. അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്കൊന്നും വരില്ല. അപ്പോൾ ഉണ്ടാക്കിയതൊക്കെ ഞാൻ അവർക്ക് 2 ആൾക്ക് കൊടുത്തു വിട്ടു കേട്ടോ. പിന്നെ വേറെ കറികളൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് തന്നെ ആക്കി കൊടുത്തു. അപ്പോൾ ഇനി ചപ്പാത്തി ചുട്ടെടുക്കൽ കഴിഞ്ഞിട്ട് ചോറ് കുക്കർ ഇതിൻ്റെ മേലേക്ക് ഒന്ന് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കും. പിന്നെ ഓട്ടപാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുപ്പത്തെ വിറകടുപ്പിൽ വെള്ളം ചൂടായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് 2 ആൾക്കും കുളിക്കാനൊക്കെ വെള്ളം കൊടുത്തിട്ടുണ്ട്. പിന്നെ അനുമോളെ ഒന്ന് കുളിപ്പിക്കാനും അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുക്കളയിലത്തെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പൊന്നൂനും കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവനും കോളിഫ്ലവർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അനുവിന് വേണ്ടിയിട്ട് കഞ്ഞി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആക്കി വെച്ചിട്ട് അവർക്കുള്ളത് കൊടുത്ത് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ ഏട്ടനെ വിളിക്കലാണ്. അപ്പോൾ ഏട്ടൻ ആ സമയത്താണ് പിന്നെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തും വിളിച്ചാൽ മതി എന്ന് പറയും കേട്ടോ. കുറേ മുന്നേ വിളിക്കരുത് പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബേക്കറി പണിയിലാവും. അപ്പോൾ കുറേ മുന്നേ വന്ന് വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് അങ്ങനെ അവരെ കൊണ്ടാക്കലാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 10 മിനിറ്റിൻ്റെയൊക്കെ അത്രയില്ല കേട്ടോ സ്കൂൾക്ക്. അപ്പോൾ അങ്ങനെ കുട്ടികളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് അപ്പോൾ ചേമ്പിൻ്റെ ഇലയിലൊക്കെ ഇന്നലത്തെ മഴയത്ത്
തങ്ങി നിൽക്കണ വെള്ളമാണ് തോന്നുന്നു. അങ്ങനെ വഴിയോര കാഴ്ചകൾ കുറച്ചൊക്കെ കണ്ടിട്ട് അങ്ങനെ നടന്ന് വീട്ടിലേക്ക് പോന്നു. ഉണ്ണിക്കുട്ടനും ഉണ്ട് കേട്ടോ കൂടെ. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്